അല്ല, ഇതിനെപ്പറ്റി ചോദിക്കും. സലാം 5 കൊല്ലം എടുത്ത പണി ഇവിടെ വേണ്ട. ഇപ്പം ഇതിനെപ്പറ്റി ചോദിക്കും. അത് പറഞ്ഞല്ലോ, ഒരു അഴിമതി പുറത്തു കൊണ്ടുവരുമെന്ന ഭയം കൊണ്ടാണ് ആദ്യം വിമർശനം പുകഴ്ത്തി വന്നത്. എന്തൊരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അത് പറയാനുണ്ടോ? പിന്നെന്താ ഞാൻ പറഞ്ഞൊക്കെ അതന്നെയല്ലോ. അഴിമതി മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ മരുന്ന് വാങ്ങിയിട്ട് എത്ര കേസുകളുണ്ട് സാർ ഇവിടെ? നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് സമ്പൂർണ്ണമായിട്ടുള്ള അഴിമതിയാണ്. മാർക്സിസ്റ്റുകാർ തന്നെ സമ്മതിക്കും. വളരെ നല്ല അഭിപ്രായം, നന്ദിയുണ്ട്. വേറെ തുടർച്ചയൊക്കെ ഉണ്ട്, എല്ലാ സമരങ്ങളും തുടർച്ചയായിട്ട് നടക്കും. BJP സമരത്തിനുണ്ടെന്ന് എല്ലാ വിഷയവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നാളെ സമരം ഉണ്ടല്ലേ? സമരം ഇനി ഉണ്ടാവും തുടർച്ചയായിട്ട്. അതെ, അത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾക്കൂടെ അന്വേഷിച്ച് അറിയാലോ. ഇത് ഇപ്പോഴുള്ളതാണോ? നിങ്ങളൊരു നെറേറ്റീവ് ഉണ്ട് ഇവിടെ. പിണറായി മറ്റേയാളും വന്നിട്ടാണ് ഇവിടെ നേരെ. പണ്ട് മുതലേ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് രാജവംശങ്ങളുടെ കാലം എന്താ ചിരിക്കുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ആരാ തുടങ്ങിയത്? നിങ്ങളുടെ ഒരു നെറേറ്റീവാണത്. ഈ ഞങ്ങൾ വന്നതിന് ശേഷമാണ് എല്ലാം ഉണ്ടായി. ഒന്നുമല്ല, അതിന് മുമ്പ് തന്നെ നല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ 2 മേഖലകളിലും രാജവംശത്തിന്റെ കാലം മുതൽ നമ്മുടെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ തകർത്തു. LDF, UDF. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എഴുതാത്ത വായിക്കേണ്ടതല്ല. അവര് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, അവര് ഇത്രയും നല്ല വിദ്യാഭ്യാസ, ആരോഗ്യ, പൊതുജനാരോഗ്യ മേഖല, അവരുടെ സംഭാവനകൾ വിലമതിക്കാനാവുന്നു. അതെ, തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ ഒരു കോർപ്പറേഷന് മാത്രമായിട്ട് ഞങ്ങൾ നിജപ്പെടുത്തിയിട്ടില്ല. പഴയ കഥയാണ്. ഇപ്പോൾ എല്ലാ കോർപ്പറേഷനുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, അതുപോലെ എല്ലാ വാർഡുകളിലും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തലം പല ഘട്ടങ്ങളിലായിട്ട് അത് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിലും അത് ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപം തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ PK കൃഷ്ണദാസ് വിശദീകരിച്ചു. ഞങ്ങളുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളും, അത് ഒരു വാർഡ് ഇലക്ഷൻ ആണെങ്കിൽ പോലും, ആ ഇലക്ഷനിൽ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അത് ചർച്ച ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കിട്ടിയ അത്രയും തന്നെ വോട്ട്, അതായത് 2021 കിട്ടിയ സമാനമായ ഒരു ചെറിയ വോട്ട് വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ നേതൃത്വം എല്ലാവരും വിശദീകരിച്ചത് ക്രിസ്ത്യൻ ക്യാബിനറ്റിന് പ്രാമുഖ്യം കൊടുത്തുള്ളൊരു ക്യാമ്പയിനും അങ്ങനത്തെ ഒരു നീക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇത്തവണ വൈകിയത്. എന്നിട്ടും പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അത്രയും വോട്ട് ബൈ ഇലക്ഷനിൽ എപ്പോഴും ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയൊരു പ്രതീക്ഷയില്ലല്ലോ. അത് ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചതാണ്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടോ എന്ന് വരെ ആലോചിച്ചതാണ്. കാരണം ഇങ്ങനെ നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് 2 ചർച്ചകൾ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇലക്ഷൻ്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ. ഇപ്പോൾ UDF-കാർക്ക് അങ്ങനെ ഒരു, നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഇപ്പോൾ ഉടനെ, വെറുതെയാണ് സാർ അത്. ഇത് UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം. LDF ഇടക്കാലത്ത് ചില ഗിമ്മിക്കുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നേ ഉള്ളൂ. BJPക്ക് ഒരു 25,000 വോട്ടുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ട്. ലോക്സഭയിൽ വോട്ട് കിട്ടും, പക്ഷേ അസംബ്ലിയിൽ എപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലം. അല്ല, അതൊക്കെ ലോക്സഭയിൽ കിട്ടുന്നത് പോലെ നമുക്ക് അസംബ്ലിക്ക് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. ഒന്നുമില്ല. അതായത് ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ എന്നാണ് അന്ന് പറഞ്ഞത്. വേണമെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കാം. അങ്ങനെ ഒരു ആശയം കുഴപ്പമില്ലെന്ന്. അങ്ങനെയാണ് വോട്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യില്ലല്ലോ. CPM ഏറ്റവും കൂടുതൽ, അതായത് BJP അത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് തന്നെ പറയണം. കാരണം ക്യാമ്പയിൻ കണ്ടതാണല്ലോ. ഈ ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം വളരെ ശക്തമായി ഉയർത്തിയത്
CPM അതായത് ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ അതിന്റെ പേര് ഹിന്ദു വോട്ടേഴ്സ് അങ്ങനെയല്ല. എന്താ പറയുക, ഇത് മാറ്റുരച്ചത് എന്തായിരുന്നു? ഈ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. ആന്റി ഇൻകംബൻസി ഇതുപോലെ ഈ സർക്കാരിനെതിരായിട്ടുണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. അപ്പൊ ആന്റി ഇൻകംബൻസി ഇത്രയും ശക്തമാവുമ്പോൾ പ്രധാന പ്രതിപക്ഷത്തിന് അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയറും പോകേണ്ടത് അവർക്കാണ്. പക്ഷെ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ വിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഒരു UDF പെട്ടിയിലേക്ക് പോയിട്ടില്ല. അവിടെ തേർഡ് ഓൾട്ടർനേറ്റീവ് ആരെന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഫുൾ ചാമ്പ്യൻ ആവാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്നുകൂടി, ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പൊ UDF സർക്കാർ വരുന്നത് അതൊരു ശരിയായ വിലയിരുത്തലല്ല. LDFനും UDFനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നിലമ്പൂർ നിങ്ങൾ നോക്കണ്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 70-80 മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ഞങ്ങളുടെ ഒരു ലോങ് ടേം ഒരു 7-8 മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 10 മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പും അതിനിടയിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെ എങ്ങനെ അതിന്റെ ഒരു ഫുഡ് സ്റ്റെപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷന് തയ്യാറാവണം എന്നുള്ളതാണ് താഴെ തലം വരെയുള്ള വർക്കേഴ്സിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ ആ വിഷയം. ഞാൻ എല്ലാ വിഷയവും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ഇത്ര തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറെ പൂമറ ഉണ്ടാക്കിയത്. അതിപ്പോ കൂത്തുപറമ്പിൽ നിന്ന് എത്ര പിന്നോട്ട് പോയി അവര്. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ കാലത്ത് അവരെന്താ പറഞ്ഞത്? സ്വാശ്രയ കോളേജുകൾ വേണ്ടെന്നായിരുന്നില്ലേ? ഇപ്പോഴോ വിദേശ സർവകലാശാലകൾ വരെ വേണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അതിന് അർത്ഥം അടുത്ത കാലത്ത് BJP വികസന അജണ്ട മുന്നോട്ട് പോകുന്നത്. പക്ഷെ BJPയുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. അപ്പൊ ഹിന്ദുത്വ കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കണം. അടിസ്ഥാന ആശയത്തിൽ വെള്ളം ചേർക്കാതെ തന്നെയാണ് വികസന അജണ്ട കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് മാത്രമേ സംശയമുള്ളൂ, ഞങ്ങൾക്ക് അല്ല. അങ്ങനെയൊന്നുമല്ല. കോർ ഐഡിയോളജിയിൽ മാറ്റങ്ങളില്ല. പക്ഷേ സ്ട്രാറ്റജി പല തെരഞ്ഞെടുപ്പുകളിലും പല സമയങ്ങളിലും ഒക്കെ അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. നമസ്കാരം.